നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീന കാനഡയെ തോൽപ്പിച്ചിട്ടുള്ളത്. സൂപ്പർ താരങ്ങളായ ലൗറ്ററോ മാർട്ടിനസ് അതുപോലെ തന്നെ ഹൂലിയൻ ആൽവരസ് എന്നിവർ നേടിയ ഗോളുകളാണ് അർജന്റീനയ്ക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മത്സരത്തിൽ മെസ്സി മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. ഒരു അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. അർജന്റീന നേടിയ 2 ഗോളുകളിലും മെസ്സിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷെ ചില സുവർണാവസരങ്ങൾ മെസ്സി പാഴാക്കി എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകിയ ഒരു കാര്യമായിരുന്നു. ലയണൽ മെസ്സിയെ കുറിച്ച് കനേഡിയൻ പരിശീലകനായ ജസെ മാർഷ് ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് മെസ്സിയെയും അർജന്റീനയെയും തടയാൻ ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അതൊക്കെ മെസ്സി തകർത്തു കളഞ്ഞു എന്നുമാണ് മാർഷ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നലത്തെ മത്സരത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ഈ പരിശീലകൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മെസ്സിക്ക് സ്പേസ് നൽകാതിരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് തവണ സംസാരിച്ചിരുന്നു. മാത്രമല്ല മെസ്സിയെ ടാക്കിൾ ചെയ്യരുത് എന്നും ഞാൻ എൻ്റെ താരങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. കാരണം മെസ്സിയെ ടാക്കിൾ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അദ്ദേഹം അത് മറികടക്കുക തന്നെ ചെയ്യും. ഞാൻ ഒരുപാട് തവണ മെസ്സിക്കെതിരെ കളിച്ചിട്ടുണ്ട്. ഈ മത്സരത്തിലും ഞങ്ങൾ ഒരുപാട് പ്ലാനുകൾ നടപ്പിലാക്കിയിരുന്നു. ചിലതൊക്കെ ഫലം കണ്ടിട്ടുണ്ട്, പക്ഷെ പലതും ലയണൽ മെസ്സി തകർത്ത് കളഞ്ഞു. മികച്ച പ്രകടനമാണ് മെസ്സി നടത്തിയത് എന്ന് സമ്മതിക്കാതിരിക്കാൻ വയ്യ. അർജന്റീന നേടിയ 2 ഗോളുകളുടെ പിറകിലും നമുക്ക് മെസ്സിയെ കാണാൻ സാധിക്കും. ഇതാണ് ഇപ്പോൾ കാനഡയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അമേരിക്കൻ പരിശീലകനായ മാർഷ് RB ലീപ്സിഗ്, ലീഡ്സ് യുണൈറ്റഡ് തുടങ്ങിയ ക്ലബ്ബുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ കാനഡയുടെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. കാനഡ അടുത്ത മത്സരത്തിൽ പെറുവിനെയാണ് നേരിടുക. അവർക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അടുത്ത മത്സരത്തിൽ വിജയം നിർബന്ധമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.